കൊല്ലത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് SFI മാർച്ച് നടത്തുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ച്. കൊല്ലം നോർത്തിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ച്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് പലപ്പോഴായി മാർച്ച് സംഘടിപ്പിച്ചു. അല്പം മുൻപ് നമ്മൾ കൊച്ചിയിലെ വിവരങ്ങളാണ് പങ്കുവച്ചത്. ഇപ്പോൾ കൊല്ലത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് തുടങ്ങി വിവിധ ക്രമക്കേടുകൾ ആരോപിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആണ് SFIയുടെ മാർച്ച്. കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കും ഒപ്പം കൊച്ചിയിൽ LIC ആസ്ഥാനത്തേക്കും നടത്തുന്ന മാർച്ചുകളാണ് തത്സമയ ദൃശ്യങ്ങളിലുള്ളത്. വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങളിൽ അടിച്ചമർത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളെ കേൾക്കുന്നില്ല അങ്ങനെ തുടങ്ങിയ വിവിധ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തുന്നത്. ഇത് കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. SFI മാർച്ച് നടത്തുകയാണ് കോഴിക്കോട്. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ SFI മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ഭരണഘടനയുടെ പുറംചട്ട ചിത്രമാക്കിയ പ്ലക്കാർഡും നിരവധി അത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത് വിവിധയിടങ്ങളിൽ. ഇത് കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഒപ്പം കൊച്ചിയിലും കൊല്ലത്തും പ്രതിഷേധം നടക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ നേരിയ തോതിൽ സംഘർഷാവസ്ഥയും ഈ പ്രതിഷേധ മാർച്ചിൽ ഉണ്ടാവുന്നുണ്ട്. കോഴിക്കോട് മാനാഞ്ചിറയിലെ ആദായ നികുതി ഓഫീസിലേക്കാണ് SFI പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. അവകാശ പത്രിക അംഗീകരിക്കുക, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ മാർച്ച് ഇപ്പോൾ നടക്കുന്നത്. കൊച്ചി, കൊല്ലം, കോഴിക്കോട് തുടങ്ങിയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ബാരിക്കേഡ് മറികടന്ന് ഉള്ളിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ പല സ്ഥലങ്ങളിലും കാണാം. കോഴിക്കോട് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ബാരിക്കേഡിന് മുകളിൽ കയറി ഇപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളെ. കോഴിക്കോട്, കൊല്ലം, കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ ഇടങ്ങളിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ഇടങ്ങളിലെല്ലാം SFIയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, അവകാശ പത്രിക അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് SFI മാർച്ച് നടത്തുന്നത്. കൊല്ലത്തു നിന്നും കണ്ണനായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണനായർ, ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് SFIയുടെ മാർച്ച് അല്ലേ? സംഘർഷഭരിതമാണോ? മോത്തി, സംഘർഷഭരിതമായിരുന്നു അന്തരീക്ഷം. ഇപ്പോൾ അല്പം അശാന്തത വന്നിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് SFI പ്രവർത്തകർ ഈ ബി പാർക്കിന് സമീപത്ത് നിന്ന് പ്രകടനം ആരംഭിച്ചത്. അതിനുശേഷം നേരെ ചിന്നക്കടയിലുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. അവിടെ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് ഈ പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചു. എന്നാൽ ആ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് SFI പ്രവർത്തകർ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ ഈ ഗേറ്റ് ചാടിക്കടന്നും അവർ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പ്രധാന വാതിലിലേക്ക് എത്തി. അവിടെ വെച്ച് പോലീസിന് നേരെ കയ്യേറ്റം നടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഉന്തും തള്ളുമുണ്ടായി. ആ സമയത്ത് പോലീസ് വളരെയേറെ സംയമനം പാലിക്കുകയായിരുന്നു. പിന്നീട് പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ ഈ മാർച്ചിന്റെ ഉദ്ഘാടന പരിപാടി നടക്കുകയാണ്. SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഈ മാർച്ചിന്റെ ഉദ്ഘാടന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഡൽഹിയിൽ നടക്കുന്ന അക്രമ സംഭവങ്ങൾക്കെതിരെയാണ് SFI ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. അത് വലിയ രീതിയിൽ സംഘർഷത്തിലേക്കും പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തുതള്ളിലേക്കും പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ശരി, കൊല്ലത്ത് നിന്ന് വിവരങ്ങളാണ് കണ്ണനാർ പങ്കുവച്ചത്. കൊല്ലത്ത് അല്പം മുൻപ്
സ്ഥിതി സംഘർഷഭരിതമായിരുന്നു. ഇപ്പോൾ അല്പം അയവ് വന്നിട്ടുണ്ട്. ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് SFI മാർച്ച് നടത്തിയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, ഒപ്പം അവകാശ പത്രിക അംഗീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തുന്നത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടും കൊല്ലത്തും ഒപ്പം വയനാട്ടിലുമൊക്കെ ഇത്തരത്തിൽ മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടു. കോഴിക്കോട് നിന്നും അഞ്ജന സുകുമാരൻ കൂടി ചേരുന്നുണ്ട്. അഞ്ജന, കോഴിക്കോട് മാർച്ച് എങ്ങനെയാണിപ്പോൾ? അല്പം മുമ്പാണ് ക്രിസ്ത്യൻ കോളേജിലെ പരിസരത്തു നിന്നും ഇത്തരത്തിൽ SFIയുടെ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിട്ടുള്ളത്. ജില്ലയിലെ തന്നെ വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള SFI പ്രവർത്തകരാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ തിരുവാഴ്ചയിൽ ഒരു പ്രതിഷേധമായിരുന്നു. ഡൽഹിയിലെ സമരം ചെയ്യുന്ന നീറ്റ് പരീക്ഷാ ക്രമക്കേണ്ടെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു മാർച്ചാണ് ഇപ്പോൾ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് SFIയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഇവിടെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട് മാർച്ച്. അത് ബാരിക്കേഡ് മറച്ചുകാരിൽ നിന്നും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പോലീസ് അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. നീറ്റ് പരീക്ഷ അട്ടിമറിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, അതോടൊപ്പം തന്നെ കേരള ഗവർണറെ സർവകലാശാലകളിലെ ചാൻസലർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവകാശ പത്രിക കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശന് SFI നൽകിയിരുന്നു. ആ അവകാശ പത്രിക സംരക്ഷിക്കണമെന്ന് കൊണ്ടുകൂടിയുള്ള ഒരു മാർച്ചാണ് ഇപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ മാനാഞ്ചിറയിലെ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിലേക്ക് നടന്നിരിക്കുന്നത്. പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാധിക്കുന്ന മറച്ചുകാരുടെ ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നഗരത്തിൽ ഉൾപ്പെടെ ഈ മാർച്ചിൽ ഉണ്ടാകുമെന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നേരത്തെ തന്നെ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അല്പം മുമ്പാണ് ഇത്തരത്തിൽ പോലീസ് പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായതിനെ തുടർന്ന് ജലപീരങ്കി പ്രയോഗിക്കുന്നു. കോഴിക്കോട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ബാരിക്കേഡ് മറിച്ചിട്ട് ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ നടക്കാത്തതിനെ തുടർന്ന് വീണ്ടും ശ്രമങ്ങളുണ്ടായി. അതിന് മുകളിലേക്ക് നിരവധി പ്രവർത്തകർ കയറുകയുണ്ടായി. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാൻ കോഴിക്കോട് വിവരങ്ങൾ പങ്കുവച്ചത് അഞ്ജന സുകുമാരനാണ്. കേന്ദ്ര സർക്കാരിനെതിരെയാണ് പ്രതിഷേധം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കാണ് പ്രതിഷേധ മാർച്ച് SFIയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ചത്. കൊച്ചിയിലും പോലീസ് ലാത്തി വീശുകയും ബാരിക്കേഡ് മറികടന്ന് പോയവർക്ക് നേരെ നിരവധി തവണ ലാത്തി വീശുകയും മറ്റും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ആദായ നികുതി ഓഫീസിന് മുന്നിലാണ് SFI പ്രതിഷേധം സംഘടിപ്പിച്ചത്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് SFI പ്രവർത്തകർ ബാരിക്കേഡിനടുത്തേക്ക് ഓടിയെടുക്കുകയായിരുന്നു. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് അവർക്കെതിരെ.